വെൽക്കം ടു മൈ പുതിയ വീഡിയോ. ഞാൻ വോയിസ് ഓവർ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ വീഡിയോ എടുത്തപ്പോൾ വോയിസിന് ചെറിയൊരു പ്രശ്നം. അപ്പം അതിൻ്റെ ഒരു ഇത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം പുറമേ നിന്ന് വോയിസ് ഇട്ടത്. പിന്നെ റേസിംഗ് ക്ലബ്ബ് പോകേണ്ട ഒരു പരിപാടിയാണ്. ഇവിടെ ഖത്തറിൽ റേസിംഗ് ക്ലബ്ബിൽ ചെറിയൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. കുറേ വിൻറ്റേജ് കാറിൻ്റെയും കുറേ ടൈപ്പ് വണ്ടികളുടെ ഒരു പ്രദർശനം നടക്കുന്നുണ്ട്. അപ്പം അത് കാണാനുള്ള പരിപാടിയാണ്. അപ്പം നമ്മൾ അങ്ങോട്ട് പോവാണ്. ആശാൻ ഭയങ്കര സീരിയസ് ആയിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. എന്താണെന്നറിയില്ല, ഇന്ന് ഭയങ്കര, ഞാൻ ക്യാമറ എടുത്ത് പിടിച്ചിട്ടാണോ എന്നറിയില്ല, ഭയങ്കര ഡീസൻ്റ് ആയിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. പിന്നെ ഇന്ന് വീക്കെൻഡാണ്, നാളെ വീക്ക് ഓഫാണ്. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ കിടന്നുറങ്ങാമെന്നുള്ള ആശ്വാസത്തിലാണ് മൂപ്പര് പോകുന്നത്. പിന്നെ ഏതൊരു പ്രവാസി ആഗ്രഹിക്കുന്നൊരു ദിവസമാണല്ലോ വെള്ളിയാഴ്ച. ആ വെള്ളിയാഴ്ച മുന്നിൽ കാണുമ്പോൾ അതിൻ്റേതായ സന്തോഷം വേറെ ഉണ്ടാവും. അവസാനം നമ്മളെ സ്പോട്ടിലെത്തി. ഭയങ്കര റഷായിരുന്നു. വീക്കെൻഡ് ആയിട്ടായിരിക്കാം ഇത്രയും തിരക്ക്. ശരിക്കും നമ്മളെ നാട്ടിലൊരു ഉത്സവത്തിന് പോയൊരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് തോന്നിയത്. അടിപൊളി. അവസാനം നമുക്ക് പാർക്കിങ്ങിൻ്റെ സന്തോഷത്തിൽ നമ്മൾ നടക്കാറ്. നല്ല തണുപ്പുണ്ട്, സൗണ്ട് നല്ലോണം ഉണ്ടാവും. ഞങ്ങൾ കയറിയപ്പോൾ തന്നെ ഈ ഒരു ഭാഗത്തേക്കാണ്, ഇവിടെ ഡ്രിഫ്റ്റിംഗ് ആണ് നടക്കുന്നത്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഫസ്റ്റ് ടൈം ഇവിടെ വന്നിരുന്നു, പക്ഷേ അന്ന് ഇങ്ങനത്തെ രീതിയിലുള്ള പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ട്രാക്കിലൂടെ മാത്രമുള്ള റേസിംഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഡ്രിഫ്റ്റിംഗ് എന്ന് പറയുന്ന ആശാൻ, പറയാൻ വാക്കുകളില്ല, അത്രയ്ക്കും സൂപ്പറായിട്ട് അവതരിപ്പിക്കുന്നത്. പിന്നെ അവിടെ ഞാൻ വോയിസ് ഇട്ടായിരുന്നു, പക്ഷേ ഈ ഡ്രിഫ്റ്റിങ്ങിൻ്റെ സൗണ്ട് കൊണ്ട് അത് ക്ലാരിറ്റി ഇല്ല. ഞാൻ വിചാരിച്ചു ഇങ്ങനെ ചെയ്യാം. جمهور حيوا يا عمرو، حيوا يا جمهور. വണ്ടി കളിക്കാൻ താല്പര്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. അബിയാണെങ്കിൽ ഭയങ്കര വണ്ടിഭ്രാന്തനാണ്. അവന് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുനിഞ്ഞൊക്കെ നോക്കുന്നുണ്ട്, എന്താണോ നോക്കുന്നതെന്ന് ആർക്കറിയാം. അവൻ്റെ കൂടെ കൂടിയതാണോ അതോ പിന്നെ എൻ്റെ ഏട്ടൻ ഭയങ്കര വണ്ടിഭ്രാന്തനാണ് ഇതിനെപ്പോലെ തന്നെ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് എനിക്കും കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിലൊക്കെ സംസാരിച്ചത് ശരിക്കും കേൾക്കുന്നുണ്ടോ അറിയില്ല. പിന്നെ ഈ ഒരു ഏരിയയിൽ എന്ന് പറയുന്നത് ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ അതൊരാഗ്രഹം ഇതൊന്ന് ചെയ്യണമെന്ന്. അങ്ങനെ അവൻ ചെയ്ത് നോക്കുമ്പോൾ കിട്ടിയില്ല. എന്തോ വിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെന്തോ കീച്ചേനോ എന്തോ കിട്ടുമായിരുന്നു, പക്ഷെ അതൊന്നും കിട്ടിയില്ല. പിന്നെ എവിടെ ചെന്നാലും നമ്മളെ മലബാറീസ് ഉണ്ടാവുമല്ലോ, ഇതേതോ മലബാറീൻ്റെ വണ്ടിയാണ്. കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. കളറാണി അടിപൊളി, വേറെ ലെവൽ, പിന്നെ പറയാനൊന്നുമില്ല. കണ്ടപ്പോൾ ഒരു സന്തോഷം, ഒരു മലയാളീൻ്റെ വണ്ടി അവിടെ കണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം. പിന്നെ അധിക പേരും പ്രായമന്യേ ചെറിയ കുട്ടികളടക്കം വലിയ ആൾക്കാർ വരെ ഭയങ്കര രീതിയിൽ എൻജോയ് ചെയ്യുന്ന ഞാൻ കണ്ടു. പല ടൈപ്പുള്ള ബൈക്കുകൾ,
എൻ്റെ ലൈഫിൽ ഞാൻ കാണാത്ത ഒരുപാട് സംഭവങ്ങൾ ഞാൻ ഇവിടെ ഈ ഒരു പ്രോഗ്രാം കാണുമ്പോൾ കണ്ടു. വന്നില്ലെങ്കിൽ ഭയങ്കര മിസ്സിങ് ആയി പോയതിനെല്ലാം. പിന്നെ കുറേ ഫോട്ടോസ് എടുത്തു. ചെറിയ ആമ്പിള്ളേർക്കൊക്കെ ഭയങ്കര ഉത്സാഹം, ഇതൊക്കെ ലൈഫിൽ കാണാൻ പറ്റുക, തൊടാൻ പറ്റുക, ഒരുപാട് ആഗ്രഹിച്ച ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അതേപോലെ തന്നെ എനിക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, ഇതൊക്കെ കാണാൻ പറ്റി. പണ്ടൊക്കെ വീഡിയോസിലൊക്കെ ആയിരുന്നു ഇങ്ങനത്തെ ഒരു വണ്ടിയൊക്കെ കാണാൻ, ഇപ്പോൾ നേരിട്ട് കാണാൻ പറ്റി, അറ്റ്ലീസ്റ്റ് ഒന്ന് തൊടാനെങ്കിലും പറ്റി. ഭയങ്കര രസമായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ഗെയിംസ് ഉണ്ടായിരുന്നു, പിന്നെ ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ. പിന്നെ ഈ ഒരു സംഭവത്തിൽ അവർ നമുക്ക് പോസ്റ്റ് ഇട്ടുതരും, നമ്മൾ പോയിട്ടൊന്ന് ഫോട്ടോഷൂട്ട് എടുക്കാം. അങ്ങനെ അബിയും ഞാനത് ട്രയൽ ചെയ്തു. അബി ഫോട്ടോ എടുക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോണും, ഞാൻ വീഡിയോസ് മാത്രം എടുക്കുകയല്ലല്ലോ, ഫോട്ടോ എടുക്കണേ എന്നൊക്കെ പറഞ്ഞ് അവനതാ തിരിഞ്ഞ് നടന്നു പോയി. പിന്നെ നമ്മൾ രണ്ടാൾ ഫോട്ടോ എടുത്തു. പിന്നെ ഈ ഒരു ഏരിയയിൽ വന്നപ്പോൾ എനിക്ക് ഈ കാറ് കണ്ടപ്പോൾ എന്താണ് ഷവായിയാണ് ഓർമ്മ വന്നത്. ഷവായി കറങ്ങുന്ന പോലെ അവൾ വണ്ടി ഇങ്ങനെ കറക്കിക്കൊണ്ടേയിരിക്കുക. അതിൽ നമുക്ക് കയറാൻ പറ്റും കേട്ടോ. ഞാൻ പോയി ക്യൂ ഒക്കെ നിന്നു. പിന്നെ ഒരു കറക്കമേ ഉള്ളൂ, അധിക രീതിയിലുള്ള കറക്കമൊന്നുമില്ല. അപ്പോൾ പിന്നെ എന്തിനാ ഇതുള്ള രീതിയിൽ അതിൽ കയറിയില്ല. ഇതിവിടെ എല്ലാ വർഷവും നടക്കുന്നൊരു പ്രോഗ്രാമാണ്. ഫ്രീ എൻട്രി ആണ്, പാർക്കിങ്ങിന് സൗകര്യമുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ എല്ലാവരും നല്ലോണം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ വീട്ടിലേക്ക് മടങ്ങുകയാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.